ഈ ലഹരി കച്ചവടത്തിന് പോലീസുകാർ ഇറങ്ങുന്നു എന്നുള്ളൊരു വസ്തുത പുറത്തേക്ക് വരികയാണ്. പോലീസുകാർ ലഹരി കച്ചവടം നടത്തുന്നുവെന്ന നർക്കോട്ടിക് സെല്ലിന്റെ ഒരു ഗുരുതര കണ്ടെത്തലിൽ 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നു. 2 CPOമാരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഇരുവരും ലഹരി ഉപയോഗിക്കുന്നവരാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. രാഹുൽ ജി നാഥാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. രാഹുൽ, ഇപ്പോൾ നടക്കുന്ന ഏത് കുറ്റകൃത്യം എടുത്താലും 99% അതിന്റെ പിന്നിൽ ഈ ലഹരിയുടെ ഒരു ആസക്തി അല്ലെങ്കിൽ ലഹരിയുടെ ഉപയോഗം കാണാറുണ്ട്. ഈ ലഹരിക്കടത്ത് തടയണമെന്ന് ഇതുമായി ബന്ധപ്പെട്ട വകുപ്പ് പറയുമ്പോഴും അത് ചെയ്യേണ്ടവർ തന്നെ ഇത് ഉപയോഗിക്കുന്നു, ലഹരി കച്ചവടക്കാർക്ക് കൂട്ടുനിൽക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇത് കണ്ടെത്തുക? ഈ 2 പേർ മാത്രമായിരിക്കുമോ സേനയിൽ ലഹരി ഉപയോഗിക്കുന്നവരും ഇവരുമായി ബന്ധമുള്ളവരും? അതീവ ഗൗരവതരമായ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ എന്തായാലും പുറത്തു വന്നിരിക്കുന്നത്. അതിന്മേൽ നടപടി ഉണ്ടായിട്ടുണ്ട്. ഒരു റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ അത് ഒരു മേഖലയിലുള്ള അല്ലെങ്കിൽ ഒരു ഭാഗത്തിലുള്ള ആളുകളെ പൊതുവായി പറയുകയല്ല, മറിച്ച് 2 പേരെ കൃത്യമായി ആ റിപ്പോർട്ടിൽ നടപടിയെടുക്കാൻ പാകത്തിന് കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അതായത് കള്ളൻ കപ്പൽ തന്നെ എന്ന് പറയുന്നത് പോലെ ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് ഒക്കെ നമ്മൾ കണ്ടതാണ്. എത്രമാത്രം പ്രശ്നം ഈ ലഹരി ഉണ്ടാക്കുന്നു. ഈ ലഹരി കേസുകൾ പിടിക്കാൻ പോകുമ്പോൾ പോലീസുകാർക്ക് തന്നെ പരിക്കേൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഈ ഓപ്പറേഷനുകളുമായി എക്സൈസ് ഉൾപ്പെടെയുള്ളവർക്ക് മുന്നിലേക്ക് വരുന്നത്. ആ ഘട്ടത്തിൽ ഈ കുറ്റകൃത്യങ്ങൾ തടയേണ്ട ആൾക്കാർ തന്നെ ഇതിന്റെ ഭാഗമായി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ ഗൗരവതരമായ വിഷയമാണ്. അതിൽ 2 പേർ CPOമാരാണ്, സിവിൽ പോലീസ് ഓഫീസർമാരാണ്. രാഹുൽ, അഭിജിത്ത് എന്ന 2 പേർക്കെതിരെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ പ്രതികളുമായി ചേർന്ന് അല്ലെങ്കിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരുമായി ചേർന്ന് ലഹരി കച്ചവടത്തിന്റെ ഭാഗമായി എന്നുള്ളതാണ് നാർക്കോട്ടിക് സെല്ലിന്റെ കണ്ടെത്തൽ. ആ കണ്ടെത്തലിന്റെ ഭാഗമായാണ് റൂറൽ SP ഇപ്പോൾ നിലവിൽ നടപടിയെടുത്തിരിക്കുന്നത്. ഇവർ കൺട്രോൾ റൂമുമായി ബന്ധപ്പെട്ട്, അത് SP-യുടെ തിരുവനന്തപുരത്തെ റൂറൽ കൺട്രോൾ റൂമുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന CPOമാരാണ്. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രതികളുമായി അങ്ങനെ ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നവരല്ല. അപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത്തരം കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുമായി ബന്ധമുണ്ടാക്കുന്നു, അവരിൽ നിന്ന് ലഹരി വസ്തുക്കൾ എത്തിച്ച് മറ്റുള്ളവർ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിന്റെ വ്യാപ്തി വലുതാണ്. ആരിലാണോ നമ്മൾ വിശ്വാസം അർപ്പിക്കുന്നത്, അല്ലെങ്കിൽ കൺട്രോൾ റൂമിലേക്കാണ് നമ്മൾ ഏറ്റവും ആദ്യം വിളിക്കുക. ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടാകുമ്പോൾ, ഒരു അപകടം ഉണ്ടാകുമ്പോൾ, ഇത്തരത്തിലുള്ള കുറ്റകൃത്യം കാണുമ്പോൾ വിളിക്കുന്ന കൺട്രോൾ റൂമിലേക്കാണ്. ആ വെളിയെത്തുന്നത് ആരിലേക്കാണ് എന്നുള്ള ഒരു ഇപ്പോൾ അതിൻ്റെ വിശ്വാസ്യത പോലും നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഒന്നടങ്കം ആക്ഷേപിക്കുകയല്ല, മറിച്ച് ഇത്തരത്തിലുള്ളവർ നമ്മുടെ പോലീസ് സേനയിലും ഉണ്ട് എന്ന് പറയുന്നത് അത് ഒട്ടും അഭിമാനകരമല്ല, അത് അപകടകരം കൂടിയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ കേസിൽ ഈ ലഹരി സംഘങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി മുന്നോട്ട് പോയപ്പോഴാണ് അതിൽ പോലീസ് ഉദ്യോഗസ്ഥരുമുണ്ട് എന്ന ഇത് വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ് രാഹുൽ, അഭിജിത്ത് എന്ന് പറയുന്ന 2 സിവിൽ പോലീസ് ഓഫീസർമാർ അതിന്റെ ഭാഗമായി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ നടപടിയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. നാർക്കോട്ടിക് സെല്ലിന്റെയാണ് കണ്ടെത്തൽ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയും ആളുകളുണ്ട് തിരിച്ചറിഞ്ഞതോടുകൂടി അന്വേഷണം ആ ഘട്ടത്തിൽ ആ രീതിയിൽ കൂടി പോവുകയാണ്. എന്തായാലും ഇത് ഒരു അവസാനമല്ല, ഇനിയും കണ്ണികളുണ്ടെങ്കിൽ പിടിക്കുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അത് ഏത് സേനയുടെയോ അല്ലെങ്കിൽ ഏത് വകുപ്പിന്റെ ഭാഗമായുള്ളവരായിക്കോട്ടെ അവരെല്ലാം കുടുങ്ങും എന്നുള്ള അറിയിപ്പ് കൂടി പോലീസിന്റെ ഭാഗത്ത് വരുന്നുണ്ട്. നിലവിൽ എന്തായാലും ആശ്ചര്യപ്പെടുത്തുന്ന വാർത്ത, ഞെട്ടലുണ്ടാക്കുന്ന വാർത്ത തന്നെയാണ്. അതായത് പോലീസുകാർ കൂടി ലഹരി കച്ചവടത്തിന്റെ ഭാഗമാകുന്നു പറയുമ്പോൾ ഇതാരും തന്നെ ലഹരിക്കടത്തുകാർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നവരുണ്ട് എന്നുള്ള വലിയ കണ്ടെത്തലാണ് നർക്കോട്ടിക് സെല്ലിന്റെ റിപ്പോർട്ടിന്റെ രൂപത്തിൽ പുറത്തെത്തിയത്. രാഹുൽ ജി നാഥാണ് വിശദാംശങ്ങൾ നൽകിയത്.